നായാട്ടുകാരനും മീൻപിടുത്തക്കാരനും. നായാട്ടിലും മീൻപിടുത്തത്തിലും കമ്പമുണ്ടായിരുന്ന രണ്ട് രാജകുമാരന്മാരുടെ കഥയാണിത്. മൂത്ത രാജകുമാരന് നായാട്ടിൽ കമ്പം, ഇളയവന് മീൻപിടുത്തത്തിലും. ഒരു തവണ അവർ തങ്ങളുടെ താൽപ്പര്യങ്ങൾ പരസ്പരം വെച്ചുമാറ്റി. മീൻപിടുത്ത കമ്പക്കാരൻ കുമാരൻ നായാട്ടിനു പോയി. നായാട്ട് കമ്പക്കാരൻ മീൻ പിടിക്കാനും. മീൻ പിടിക്കാൻ പോയ മൂത്ത കുമാരൻ്റെ ചൂണ്ട എവിടെയോ കളഞ്ഞുപോയി. അയാൾക്ക് മീൻ പിടിക്കാൻ വശമുണ്ടായിരുന്നില്ലല്ലോ. ഇളയവൻ അത് കേട്ട് ദേഷ്യപ്പെട്ടു. ചേട്ടൻ കടൽ മുഴുവൻ തപ്പി അത് തിരിച്ചു തരണമെന്നായി. അങ്ങനെ മൂത്ത രാജകുമാരൻ കടൽ മുഴുവൻ തപ്പി വലയുമ്പോൾ ഒരു മുതല വന്ന് സഹായിക്കാമെന്ന് പറഞ്ഞു. മുതല മൂത്ത രാജകുമാരനെ സമുദ്ര രാജാവിൻ്റെ അടുത്തേക്ക് മുതുകിലിരുത്തി കൊണ്ടുപോയി. സമുദ്ര രാജാവ് ചൂണ്ട കണ്ടുപിടിച്ചു കൊടുത്തു. ഒപ്പം ഒരു കറുത്ത കല്ലും വെളുത്ത കല്ലും കയ്യിൽ കൊടുത്തു. കറുത്ത കല്ല് പിടിച്ചമർത്തിയാൽ സമുദ്രം ഉയർന്നു പൊങ്ങി വരും. വെളുത്ത കല്ലമർത്തിയാലോ സമുദ്രം പിൻവാങ്ങും. കുമാരൻ അതുകൊണ്ട് മടങ്ങി വന്നപ്പോഴോ അച്ഛൻ മരിച്ചു പോയിരുന്നു. അനിയൻ രാജ്യം തട്ടിയെടുത്തിരിക്കുന്നു. ചൂണ്ടയുമായി മടങ്ങി വന്ന ചേട്ടനെ പിടികൂടാൻ അനിയൻ ഭടന്മാർക്ക് കൽപ്പന കൊടുത്തു. മൂത്ത രാജകുമാരൻ കറുത്ത കല്ല് കയ്യിൽ വെച്ച് അമർത്തി. സമുദ്രം വന്ന് അവരെ എല്ലാം വിഴുങ്ങി. സമുദ്രത്തിൽ വീണ അനിയൻ ചേട്ടനെ വിളിച്ച് മാപ്പ് അപേക്ഷിച്ചു കരഞ്ഞു. അപ്പോൾ ചേട്ടൻ സമുദ്രത്തിലേക്ക് എടുത്തു ചാടി ഒപ്പം കയ്യിൽ പിടിച്ചിരുന്ന വെളുത്ത കല്ല് അമർത്തുകയും ചെയ്തു. ചേട്ടൻ അങ്ങനെ അനിയനെ രക്ഷിച്ചു. അനിയൻ പശ്ചാത്തപിച്ച് രാജ്യം ചേട്ടന് മടക്കി കൊടുത്തു. ശേഷിച്ച കാലം ചേട്ടൻ്റെ വിശ്വസ്തനായി കഴിഞ്ഞു.